പറയേട്ടാ. എന്താന്ന് പറയേട്ടാ. വിളിച്ചത് ചെക്കന്റെ വീട്ടിൽ നിന്ന് അവന്റെ അമ്മാവനെ. എന്തിനാ വിളിച്ചേ? എന്തിനാന്ന് പറയേട്ടാ. അത് ഏട്ടാ പറയേ. സ്ത്രീധനത്തിന്റെ കാര്യം പറയാൻ വേണ്ടി വിളിച്ച. സ്ത്രീധനോ? 25 പവനും 10 ലക്ഷവും വേണമെന്നാ അവര് പറയുന്നത്. എന്നിട്ട് ഏട്ടൻ എന്ത് പറഞ്ഞു? എന്തു പറയാൻ? ചോദിച്ചത് കൊടുക്കണ്ടേ? കൊടുക്കണം. ഇന്നത്തെ കാലത്ത് ഇത് വലിയ തുകയൊന്നുമല്ല. 25 പവനും 10 ലക്ഷോ? ആ, അതിനൊരു വഴി ഉണ്ടാക്കണം. ആ കാര്യങ്ങൾ അമ്മാവനുമായിട്ടൊന്ന് കൂടിയാലോചിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ഇപ്പം അങ്ങോട്ട് പോകുന്നത്. പോയിട്ട് വരാം. ഏട്ടാ, ചേച്ചിയേക്കാൾ വലുതാണ് അവർക്ക് പൊന്നും പണവും. അങ്ങനെയാണെങ്കിൽ ചേച്ചിക്ക് ആ കല്യാണം വേണ്ട. ഏട്ടാ, എന്റെ അഭിപ്രായം അത് തന്നെയാ. അത് കൊള്ളാം. സ്ത്രീധനം വാങ്ങിക്കുന്നു എന്ന് കരുതി പെണ്ണിനെ അവർ മാനിക്കുന്നില്ല എന്നാണോ അതിന്റെ അർത്ഥം? നിങ്ങളെന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്? സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതൊക്കെ സാധാരണയാണ്. അത് കൊടുക്കണം. അത് കൊടുക്കാതെ നിന്നെ ആ വീട്ടിലേക്ക് പറഞ്ഞു വിട്ട് കഴിഞ്ഞാലേ നമുക്ക് നമ്മുടെ കുടുംബത്തിന് അത് അഭിമാനക്കേടല്ലേ? അതുകൊണ്ട് അവർ ചോദിച്ച എന്ത് സ്ത്രീധനമാണെങ്കിലും ഞാൻ കൊടുത്തിരിക്കും. എങ്ങനെ എങ്ങനെ കൊടുക്കുന്ന? ഏട്ടന്റെ വരവ് ചെലവ് കണക്കുകൾ ഏട്ടനേക്കാൾ നന്നായി എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എന്റെ ധനകാര്യമന്ത്രി എന്റെ മനസ്സിൽ ചില കണക്കുകൂട്ടലുകളുണ്ട്. അത് അമ്മാവനോട് സംസാരിക്കണം. ഞാൻ പോയിട്ട് വരട്ടെ. ഏട്ടാ, ഇന്നിപ്പോ ഈ രാത്രി അമ്മാവനെ പോയി കാണേണ്ട അത്യാവശ്യമൊന്നുമില്ല. നാളെ നേരം വിളിക്കട്ടെ, എന്നിട്ട് പോയി കണ്ടാ മതി. മോളെ, ഇന്ന് പോയി കണ്ടില്ലെങ്കിൽ ശരിയാവില്ല. നാളെ പോയി കണ്ടാ മതി ഏട്ടാ. ഇന്നിനി വേണ്ട. ഈ രാത്രി ഏട്ടൻ എവിടെയും പോവണ്ട. ഞങ്ങൾ പറയുന്നത് കേക്കേട്ടാ. പുകച്ചു പുറത്ത് ചാടിച്ച് കെണിപ്പെടുത്തുക എന്ന് കേട്ടിട്ടില്ലേ നീ? കേട്ടത് മാത്രമല്ല, നേരിട്ട് കണ്ടിട്ടും ഉണ്ട്. കണ്ണുവെച്ച മുതലുകൾ കൈക്കലാക്കാൻ മുതലാളി പ്രയോഗിക്കുന്ന പ്രധാന വിദ്യയല്ലേ അത്? എത്ര വട്ടം ഞാൻ കണ്ടിരിക്കണ്. ഗിരിയുടെ കാര്യത്തിൽ മുതലാളി തീ കൊളുത്തിയതല്ലാതെ അത് ഇതുവരെ ശരിക്കും പുകയുന്നില്ലല്ലോ. പുകയും അതിപ്പോ പുകഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും. ഭാഗ്യേച്ചി രത്നെ വിളിച്ചിരുന്നു. എന്തേ? പെണ്ണ് കാണാൻ വന്ന ചെക്കന്റെ അമ്മാവൻ കുറച്ചു മുൻപ് ഗിരിയെ വിളിച്ചിരുന്നു. ഓഹോ, എന്നിട്ട്? അല്ല, പെണ്ണ് കാണൽ ചടങ്ങിൽ വെച്ച് സ്ത്രീധനത്തിന്റെ കാര്യമൊന്നും അവര് പറഞ്ഞില്ലായിരുന്നല്ലോ. ഇപ്പൊ എന്തു പറ്റി? അവർക്ക് സ്ത്രീധനം വേണോന്ന്. ചെല്ലടാ, പോ.